Hello students, so we are going to start our second year accounting. അപ്പോൾ സെക്കൻഡ് ഇയർ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് മേജറായിട്ട് രണ്ട് പാർട്ടുകളാണുള്ളത്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. പാർട്ട് എ എന്ന് പറയുന്നത് അക്കൗണ്ടിങ് ആണ്. നിങ്ങൾ ഫസ്റ്റ് ഇയർ അക്കൗണ്ടിങ്ങിൽ പഠിച്ച അതിൻ്റെ കണ്ടിന്യൂഷൻ തന്നെയാണ് വരുന്നത്. ദെൻ പാർട്ട് ബി എന്ന് പറയുന്നത് കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് ആണ്. അപ്പോൾ കമ്പ്യൂട്ടറൈസ്ഡ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റ് ഇയറിൽ നമ്മൾ എങ്ങനെയാണ് അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നൊക്കെ പഠിച്ചിട്ടുണ്ട്. ആ പഠിച്ച അക്കൗണ്ട്സ് ഒരു സോഫ്റ്റ്വെയറിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെയാണ് നമ്മൾ ചെയ്യുക എന്നുള്ളതാണ് പാർട്ട് ബിയിൽ നോക്കുന്നത്. പക്ഷെ പാർട്ട് ബിയിൽ നിങ്ങൾക്കൊരു പ്രാക്ടിക്കൽ ഓറിയൻറ്റഡ് പേപ്പറും കൂടിയാണ് ഉള്ളത്. അപ്പോൾ ഇങ്ങനെയാണ് സെക്കൻഡ് ഇയർ അക്കൗണ്ടിങ്ങിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. പാർട്ട് എയും ഉണ്ട്, പാർട്ട് ബിയും ഉണ്ട്. അതിൽ പാർട്ട് എയിൽ മൊത്തം നിങ്ങൾക്ക് 5 ചാപ്റ്റേഴ്സാണ് പഠിക്കാൻ ഉള്ളത്. അതിലെ ഫസ്റ്റ് ചാപ്റ്ററാണ് നമ്മൾ ഇപ്പോൾ ഈ വീഡിയോയിൽ കൂടെ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്ററാണ് ഇത് അക്കൗണ്ടിങ് ഫോർ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്. അപ്പോൾ അക്കൗണ്ടിങ് എന്താണ് എന്നുള്ളതൊക്കെ നിങ്ങൾ കഴിഞ്ഞ വർഷം വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിച്ചതാണ്. എന്താണ് അക്കൗണ്ടിങ്, അതിൽ വരുന്ന ഡിഫറെൻറ്റ് ടേംസ്, പിന്നെ അതേപോലെ തന്നെ ഓരോ ഓർഗനൈസേഷൻസും എങ്ങനെയാണ് അവരുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യുക എന്നുള്ളതൊക്കെ അങ്ങനെ വളരെ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മൾ ഫസ്റ്റ് ഇയറിൽ പഠിച്ചതാണ്. അപ്പോൾ സെക്കൻഡ് ഇയറിൽ നമ്മൾ ആദ്യം തന്നെ നോക്കാൻ പോകുന്നത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ അക്കൗണ്ട്സ് അവർ എങ്ങനെയാണ് കീപ്പ് ചെയ്യുന്നതെന്നുള്ളതാണ്. അപ്പോൾ അക്കൗണ്ട്സ് നിങ്ങൾക്ക് അറിയാം, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫൈനൽ അക്കൗണ്ട്സും എല്ലാം ഉണ്ട്. അപ്പോൾ ഓരോ ടൈപ്പ് ഓഫ് ഓർഗനൈസേഷൻസും ഡിഫറെൻറ്റ് ഫോർമാറ്റ് കൂടിയാണ് അവർ എന്ത് ചെയ്യാറുള്ളത്, അവരുടെ അക്കൗണ്ട്സ് കീപ്പ് ചെയ്യാറുള്ളത്. അപ്പോൾ ഈ ചാപ്റ്ററിൽ മെയിനായിട്ട് നിങ്ങൾക്ക് പഠിക്കാനുള്ളത് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അക്കൗണ്ട്സ് മെയിൻറ്റെയിനിങ് ആണ്. അപ്പോൾ അക്കൗണ്ട്സിലേക്ക് കിടക്കുന്നതിന് മുന്നേ നമുക്ക് ആദ്യം എന്ത് ഡിസ്കസ് ചെയ്യണം? വാട്ട് ഡു യു മീൻ ബൈ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ? എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്നുള്ളത്? അപ്പോൾ എന്താണെന്നുള്ളത് ആ പേര് തന്നെ നിങ്ങൾക്ക് കണ്ടാൽ അറിയാം. നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. എന്താണ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറഞ്ഞാൽ? So, non-profit organization is defined as an organization which is not meant for earning profit but for the welfare of the society. അതുകൂടി പറയാം. Non-profit organization is an organization which is not meant for earning profit but for the welfare of the society. അതായത് ലാഭം ഒട്ടും പ്രതീക്ഷിക്കാതെ സമൂഹത്തിന് നന്മ ചെയ്യാന്നുള്ളൊരു ലക്ഷ്യത്തോട് കൂടിയിട്ട് നമ്മൾ രൂപീകരിക്കുന്ന ഡിഫറെൻറ്റ് ഓർഗനൈസേഷനെയാണ് എന്ത് പറയുക, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർവീസ് ആയിരിക്കും, റാദർ ദാൻ മേക്കിംഗ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് അല്ല ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത്. മറ്റെന്താ, സർവീസ് മൈൻഡഡ് ആയിട്ടുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക, നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിലെ ചില എക്സാമ്പിൾസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഏതൊക്കെയാണ്? സ്കൂൾസ്, കോളേജസ്, ഹോസ്പിറ്റൽസ്, ക്ലബ്സ് എക്സെട്ര. അപ്പോൾ ഈ തന്നിരിക്കുന്ന എക്സാമ്പിൾസ് തന്നെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സ്കൂളായാലും ശരി, അല്ലെങ്കിൽ കോളേജസ് ആയാലും ശരി, ഹോസ്പിറ്റൽസ് അല്ലെങ്കിൽ ഡിഫറെൻറ്റ് ക്ലബ്സ്, ഇതെല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സർവീസ് ആണ്, എന്തല്ല പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. അല്ല, ആദ്യത്തെ എക്സാമ്പിൾ തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, സ്കൂൾസ്. അപ്പം നമ്മളുടെ സ്കൂൾ തന്നെ ഈ ഒരു സ്ഥലത്ത് എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്തിരിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാണ്? അപ്പോൾ ഓരോ സ്കൂളുകളും ഓരോ സ്ഥലത്ത് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് ആ സൊസൈറ്റിയിലുള്ള കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഓരോ സ്കൂൾസ് ആയാലും ശരി, കോളേജസ് ആയാലും ശരി, നമ്മൾ ഓരോ സ്ഥലത്തും എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ളത് എന്താണ്? സർവീസാണ് അല്ലേ? എഡ്യൂക്കേഷൻ, പ്രൊവൈഡിങ് എഡ്യൂക്കേഷൻ ടു ദി നീഡി പേഴ്സൺ. ആ ചുറ്റുപാടുമുള്ള അല്ലെങ്കിൽ ആ സൊസൈറ്റിയിൽ വരുന്ന കുട്ടികൾക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണ് ഏത് ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ
ലക്ഷ്യം എന്ന് പറയുന്നത്, സ്കൂൾസ് ആയാലും ശരി കോളേജസ് ആയാലും ശരി. അതേപോലെ തന്നെ നിങ്ങൾ നോക്കുക, ഹോസ്പിറ്റൽ എന്തിനു വേണ്ടിയിട്ടാണ് എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്? അതിൻ്റെ മെയിൻ എയിം എന്ന് പറയുന്നത് എന്താണ്? അല്ലെങ്കിൽ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് അല്ലെങ്കിൽ മോട്ടീവ് എന്ന് പറയുന്നത് എന്താണ്? സർവീസ് തന്നെയാണ്. അതേപോലെ ഡിഫറെൻറ്റ് ക്ലബ്ബുകൾ, ഇപ്പം നിങ്ങളുടെ നാട്ടിൽ തന്നെ ഉണ്ടാവും. ഫോർ എക്സാമ്പിൾ സ്പോർട്സ് ക്ലബ്ബുകൾ. ഇപ്പോൾ സ്പോർട്സ് ക്ലബ്ബുകളൊക്കെ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ചുറ്റുപാടുള്ള സ്പോർട്സിൽ താല്പര്യമുള്ള കുട്ടികൾക്ക് അതിനനുസരിച്ചിട്ടുള്ള ഒരു എൻവയൺമെൻറ്റ് ക്രിയേറ്റ് ചെയ്യുക, അതുപോലെ തന്നെ അവരെ മോട്ടിവേറ്റ് ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തോട് കൂടിയിട്ടാണ് നമ്മളൊരു സ്പോർട്സ് ക്ലബ്ബോ അല്ലെങ്കിൽ ആർട്സ് ക്ലബ്ബോ എല്ലാം നമ്മളുടെ ലൊക്കാലിറ്റിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പറഞ്ഞിരിക്കുന്ന എക്സാമ്പിൾസിൽ നോക്കിയാൽ അറിയാം, ഇവരുടെ ഒന്നും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും? സർവീസ് ആണ്, എന്തല്ല പ്രോഫിറ്റ് മേക്കിംഗ് അല്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഓർഗനൈസേഷൻസിനെയാണ് നമ്മൾ എന്ത് പറയുക? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ അല്ലെങ്കിൽ നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ എന്താണെന്നുള്ളത് ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇനി ഇതിൽ നിങ്ങൾക്ക് രണ്ടാമതായിട്ട് രണ്ടാമത്തെ ഏരിയയിൽ രണ്ടാമതായിട്ട് നോക്കാനുള്ളത് ഏതാണ്? ഡിഫറൻസസ് ബിറ്റ്വീൻ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ആൻഡ് നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ. ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷനും ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനും തമ്മിൽ കുറച്ച് വ്യത്യാസങ്ങൾ ഉണ്ട്. ആ ഡിഫറൻസ് ആണ് ഇനി നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ തന്നെ ആ പേരിൽ തന്നെ ഉണ്ട്. ഫസ്റ്റ് വണ് നിങ്ങൾക്ക് അറിയാവുന്നതാണ്, എന്ത്? പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ മോട്ടീവ് അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് എന്താണ്? പ്രോഫിറ്റ് മേക്കിംഗ് ആണ്. On the other hand, the objective of non-profit organization is to render services to the society. അപ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ്. പക്ഷെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? സർവീസസ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. ഇതാണ് ഒന്നാമത്തെ ഡിഫറൻസ്. ദെൻ രണ്ടാമത്തത് ഓണർ. അതായത് പ്രോഫിറ്റ് ഓർഗനൈസേഷനിലുള്ള ഓണറിനെ പറയുന്ന പേരാണെന്ത്? പ്രൊപ്രൈറ്റർ എന്നുള്ള പേരിലാണ് നമ്മൾ ഓണറിനെ വിളിക്കുക, അല്ലെങ്കിൽ ഓണേഴ്സ് തന്നെയാണ് നമ്മൾ പറയുക. പക്ഷെ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓണറിനെ വിളിക്കുന്ന പേരാണെന്ത്? സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ മെമ്പേഴ്സ് എന്നാണ് പറയുക. ഒന്നുകൂടി പറയാം. പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഓണറിനെ പറയുന്ന പേരാണ് ഒന്നെങ്കിൽ പ്രൊപ്രൈറ്റർ എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുക, അല്ലെങ്കിൽ ജസ്റ്റ് ഓണേഴ്സ് തന്നെയാണ് ഉപയോഗിക്കുക. On the other hand, the owner of the non-profit organization is termed as subscribers അല്ലെങ്കിൽ members എന്നാണ് നമ്മൾ പറയുക. ഇതാണ് രണ്ടാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഡിഫറൻസ് എന്ന് പറയുന്നത് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട്സ് ആണ്. ഏതൊക്കെയാണ്? നമ്മൾ കഴിഞ്ഞ വർഷം വലിയൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ പഠിച്ചാണ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള വലിയൊരു ചാപ്റ്റർ ആയിട്ട് തന്നെ നമ്മൾ ഒരുപാട് പ്രോബ്ലംസ് എല്ലാം വർക്ക്ഔട്ട് ചെയ്ത ഒരു ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിൽ നമ്മൾ ഡിഫറെൻറ്റ് ഫൈനൽ അക്കൗണ്ട്സ് പഠിച്ചിട്ടുണ്ടായിരുന്നു. ഏതൊക്കെയായിരുന്നത്? ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ട് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രേഡിംഗ് അക്കൗണ്ട്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട്, ദെൻ ഫൈനലി ദ ബാലൻസ് ഷീറ്റ്. ഇത് മൂന്നുമാണ് ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടായിട്ട് നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ടത്. പക്ഷേ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമുക്ക് പ്രോഫിറ്റ് എന്നുള്ള ഒരു വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റില്ല. എന്തുകൊണ്ടാണ് ഉപയോഗിക്കാൻ പറ്റാത്തത്? കാരണം അത് പ്രോഫിറ്റിന് വേണ്ടിയിട്ടല്ല നിലകൊള്ളുന്നത്. എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന ഡിഫറെൻറ്റ് ഓർഗനൈസേഷൻസ് ആയതുകൊണ്ട് തന്നെ പ്രോഫിറ്റ് എന്നുള്ളൊരു വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ സാധിക്കില്ല. അപ്പോൾ അവരുടെ അക്കൗണ്ട്സും മറ്റ് ഓർഗനൈസേഷനെ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി ഡിഫറെൻ്റ് ആണ്. അപ്പം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ഇയർ എൻഡിങ്ങിൽ ഫൈനൽ അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യുന്ന 3 അക്കൗണ്ടുകളാണ് ഉള്ളത്. അതിൽ ഒന്നാമത്തെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, രണ്ടാമത്തത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് തേർഡ് ആൻഡ് ദി ഫൈനൽ വൺ ഈസ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ 3 അക്കൗണ്ടുകളാണ് ആര് കീപ്പ് ചെയ്യേണ്ടത്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻസ് ഫൈനൽ അക്കൗണ്ടായിട്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ഏതൊക്കെയായിരുന്നു? ഒന്നുകൂടി പറയാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ആൻഡ് ഫൈനലി ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇതിൽ ബാലൻസ് ഷീറ്റ് നിങ്ങൾക്ക് പരിചയമുള്ള വാക്കാണ്. ബാക്കി 2 നിങ്ങൾ ഇനി നെക്സ്റ്റ് ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നതാണ്. അപ്പോൾ
അപ്പോൾ ഇതാണ് മൂന്നാമത്തെ ഡിഫറൻസ്. രണ്ട് ഓർഗനൈസേഷനിലും ഫൈനൽ അക്കൗണ്ട്സ് തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. ദെൻ ദി ലാസ്റ്റ് വൺ റിസൾട്ട്. അപ്പോൾ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ലോസിൽ ആയിരിക്കും. ഇപ്പം നമ്മൾ കഴിഞ്ഞ വർഷം ഈ ട്രേഡിംഗ് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ബാലൻസ് ഷീറ്റൊക്കെ പഠിച്ചതാണ് അല്ലേ. അതിൽ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് നമ്മൾ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞിട്ട് അതിനൊരു കൺക്ലൂഷൻ എന്തായിട്ടാണ് വരിക? ഒന്നെങ്കിൽ കമ്പനി പ്രോഫിറ്റബിൾ ആയിരിക്കും, അല്ലെങ്കിൽ കമ്പനി ലോസിലേക്കായിരിക്കും പോകുന്നത്. അപ്പോൾ എല്ലാ വർഷവും എന്ത് പ്രിപ്പയർ ചെയ്യാറുണ്ട്? നമ്മൾ ഫൈനൽ അക്കൗണ്ട്സ് പ്രിപ്പയർ ചെയ്യാറുണ്ട്. ആ ഫൈനൽ അക്കൗണ്ട് വെച്ചിട്ടാണ് നമ്മൾ എന്തിനെ അനലൈസ് ചെയ്യുന്നത്? നമ്മളുടെ കമ്പനിയുടെ ഒരു വർഷത്തെ പ്രവർത്തനങ്ങൾ മുഴുവൻ നമ്മൾ അനലൈസ് ചെയ്യുന്നത് എന്തിൻ്റെ ബേസിലാണ്? ഈ പറഞ്ഞിരിക്കുന്ന 3 അക്കൗണ്ടുകളുടെ ബേസിലാണ്. ട്രേഡിംഗ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് ആൻഡ് ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഇത് പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അറിയാം നമ്മളുടെ കമ്പനി എന്താണ്, ഒന്നെങ്കിൽ പ്രോഫിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ലോസിലേക്ക് ആയിരിക്കും. അപ്പോൾ ഒരു പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ റിസൾട്ട് എന്ന് പറയുന്നത് ഒന്നെങ്കിൽ പ്രോഫിറ്റബിൾ ആയിരിക്കാം, അല്ലെങ്കിൽ ലോസിൽ ആയിരിക്കും. പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഈ ഒരു പ്രോഫിറ്റ് എന്നുള്ളൊരു വാക്ക് നമുക്കിവിടെ ഉപയോഗിക്കാൻ പറ്റുകയില്ല. കാരണം ഇത് നിലകൊള്ളുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിലകൊള്ളുന്നത്. അപ്പോൾ അതിന് പ്രോഫിറ്റ് എന്നുള്ള വാക്കിന് പകരം നമ്മൾ നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ഉപയോഗിക്കുന്ന വേർഡാണ് എന്ത്? സർപ്ലസ് എന്ന് പറയുന്നത്. സർപ്ലസ് എന്ന് പറഞ്ഞാൽ വേർഡ് മീനിങ് എന്താ? കൂടുതലാണ് എന്നുള്ളത്. അപ്പോൾ പ്രോഫിറ്റ് എന്നുള്ള വേർഡ് ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷൻ്റെ ഫൈനൽ അക്കൗണ്ടിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാക്കാണ് ഇത് സർപ്ലസ് എന്നുള്ളത്. ഒന്നെങ്കിൽ സർപ്ലസ് ആയിരിക്കാം, അല്ലെങ്കിൽ ഡെഫിസിറ്റ് ആയിരിക്കാം. ഇത് രണ്ടിൻ്റെയും മീനിങ് പ്രോഫിറ്റ് അല്ലെങ്കിൽ ലോസ് ആണ്. പക്ഷേ പ്രോഫിറ്റ് എന്നുള്ളൊരു വാക്ക് നമുക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റാത്തതുകൊണ്ട് അതിന് പകരം നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ നമ്മൾ ഉപയോഗിക്കുന്ന വേർഡാണെന്ത്? ഒന്നെങ്കിൽ സർപ്ലസ് അല്ലെങ്കിൽ ഡെഫിസിറ്റ് എന്ന് പറയുന്നത്. So these are the differences between a profit organization and a non-profit organization. Then ഇനി ഇതിൽ നോക്കാനുള്ളത് നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ അതിൻ്റെ ഫൈനൽ അക്കൗണ്ട്സിലേക്കാണ് നമ്മൾ എൻറ്റർ ചെയ്യുന്നത്. ഇപ്പോൾ ഫൈനൽ അക്കൗണ്ട്സ് ഏതൊക്കെയാണെന്നാണ് പറഞ്ഞത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട്, ദെൻ ഫൈനലി ദി ബാലൻസ് ഷീറ്റ്. അപ്പോൾ ഈ 3 അക്കൗണ്ടുകളും എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണ്, ഏത് രീതിയിലാണ് നമ്മളത് എഴുതേണ്ടത്, എങ്ങനെയാണ് അത് കാൽക്കുലേറ്റ് ചെയ്യുക എന്നീ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് ഇനി നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ ഉള്ളത്. അതിൽ ഒന്നാമത്തെ അക്കൗണ്ടാണ് ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട്. ഏതാണ്? നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ അക്കൗണ്ട്സിൽ, ഫൈനൽ അക്കൗണ്ട്സിൽ ഏറ്റവും ആദ്യം നമ്മൾ പ്രിപ്പയർ ചെയ്യേണ്ട അക്കൗണ്ടാണ് ഇത് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരു റിയൽ അക്കൗണ്ടാണ്. എന്താണ്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അപ്പോൾ റിയൽ അക്കൗണ്ട് എന്താണെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ വർഷം പഠിച്ചതാണ്. എന്താണ്? വാട്ട് ഡു യു മീൻ ബൈ റിയൽ അക്കൗണ്ട്? അസറ്റ്സ് അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് എന്ത് പറയുക? റിയൽ അക്കൗണ്ട് എന്ന് പറയാം. എന്താണ്? എന്തെങ്കിൽ അസറ്റ്സ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, ക്യാഷ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. ഇതൊക്കെ കഴിഞ്ഞ വർഷം ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചതാണ്. അപ്പോൾ ഈ അസറ്റ്സോ അല്ലെങ്കിൽ ക്യാഷോ റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് റെക്കോർഡ് ചെയ്യുന്ന അക്കൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുക? റിയൽ അക്കൗണ്ട് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അപ്പോൾ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എന്താ വരിക? ഒന്നെങ്കിൽ അസറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആയിരിക്കും, അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് ആണ് എവിടെ എൻ്റർ ചെയ്യേണ്ടത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ എൻ്റർ ചെയ്യേണ്ടത്. ഓക്കെ. Then the second one is receipts and payment account is similar to cash book. It is very similar to cash book. അപ്പോൾ ക്യാഷ് ബുക്ക് എന്താണ്? നമ്മൾ കഴിഞ്ഞ വർഷം ഏറ്റവും ആദ്യം പ്രിപ്പയർ ചെയ്യാൻ പഠിച്ച സാധനമാണ് എന്ത്? അല്ലെങ്കിൽ പഠിച്ച അക്കൗണ്ടാണ് ഇത് ക്യാഷ് ബുക്ക് എന്നുള്ളത്. ഈ ക്യാഷ് ബുക്ക് തന്നെ സിംഗിൾ കോളം ഉണ്ട്, ഡബിൾ കോളം ഉണ്ട്. നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പെറ്റി ക്യാഷ് ബുക്ക് ഇതെല്ലാം പഠിച്ചാണ്. അപ്പോൾ ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് എന്ന് പറയുന്നത് ഒരു സിംഗിൾ
കോളം ക്യാഷ് ബുക്കിൻ്റെ ഏകദേശം സിമിലർ ആണ്. അപ്പോൾ ക്യാഷ് ബുക്ക് എങ്ങനെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്യാം? ക്യാഷ് ബുക്ക് ഡെബിറ്റ് സൈഡും ഉണ്ട്, ക്രെഡിറ്റ് സൈഡും ഉണ്ട്. ഡെബിറ്റ് സൈഡിൽ നമ്മൾ റെസീപ്റ്റ്സ് എൻ്റർ ചെയ്യും, ക്രെഡിറ്റ് സൈഡിൽ നമ്മൾ പേയ്മെൻറ്റുകൾ എൻ്റർ ചെയ്യാറുണ്ട്. ഓപ്പണിംഗ് ബാലൻസ് വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുക. ഓപ്പണിംഗ് ബാലൻസ് ഇൻ ക്യാഷ് ഓർ ബാങ്ക്. ഇങ്ങനെയാണ് നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്? ക്യാഷ് ബുക്ക് പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഏകദേശം അതിനോട് സിമിലർ ആയിട്ടാണ് നമ്മൾ എന്തും പ്രിപ്പയർ ചെയ്യുന്നത്? ഈ റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. അത് നിങ്ങൾ ആ ഫോർമാറ്റ് നോക്കിയാൽ അറിയാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ ഡെബിറ്റ് സൈഡിലാണ് എന്ത് വരുന്നത്? എല്ലാ റെസീപ്റ്റ്സുകളും ഡെബിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. എല്ലാ പേയ്മെൻറ്റുകളും ക്രെഡിറ്റ് സൈഡിലാണ് റെക്കോർഡ് ചെയ്യുന്നത്. അപ്പം അതുകൊണ്ടാണ് എന്ത് പറയുന്നത്? ഇറ്റ് ഈസ് സിമിലർ ടു ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്കും അതേപോലെ തന്നെയാണ് നമ്മൾ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ? അതായത് ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സ് ഓഫ് ക്യാഷും ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റ്സ് ഓഫ് ക്യാഷും ഉണ്ട്. അതേപോലെ തന്നെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത്. എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? ഓൾ ദി റെസീപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഇൻ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ആൻഡ് ഓൾ ദി പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുന്നത്. ദെൻ ദി ലാസ്റ്റ് വൺ ഈസ് ദ ഡിഫറൻസസ്. നമ്മൾ റെസീപ്റ്റ്സും പേയ്മെൻറ്റും എല്ലാം നമ്മൾ റെക്കോർഡ് ചെയ്തതിന് ശേഷം സാധാരണ അക്കൗണ്ട് ബാലൻസ് ചെയ്യുന്ന മാതിരി എന്ത് ചെയ്യുക? ബാലൻസ് ചെയ്യുക. എന്നിട്ട് കിട്ടുന്ന ബാലൻസിനെ നമ്മൾ എന്താണ് പറയുക? ക്യാഷ് ഇൻ ഹാൻഡ് അല്ലെങ്കിൽ ബാലൻസ് ഇൻ ഹാൻഡ് എന്നുള്ള പേരിലാണ് നമ്മൾ ക്ലോസിംഗ് ബാലൻസ് കാണിക്കേണ്ടത്. ഒന്നുകൂടി പറയാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നമ്മൾ ഡെബിറ്റ് സൈഡിൽ എല്ലാ റെസീപ്റ്റ്സുകളും റെക്കോർഡ് ചെയ്യുക, ക്രെഡിറ്റ് സൈഡിൽ എല്ലാ പേയ്മെൻറ്റുകളും റെക്കോർഡ് ചെയ്യുക. എന്നിട്ട് സാധാരണ നമ്മൾ അക്കൗണ്ട്സ് ബാലൻസ് ചെയ്യുന്ന മാതിരി ബാലൻസ് ചെയ്തിട്ട് നമുക്കൊരു ക്ലോസിംഗ് ബാലൻസ് കിട്ടും. ആ ക്ലോസിംഗ് ബാലൻസിൻ്റെ അവിടെ നിങ്ങൾ എന്താണ് എഴുതേണ്ടത്? ഒന്നെങ്കിൽ ക്യാഷ് ഇൻ ഹാൻഡ് എന്ന് എഴുതുക, അല്ലെങ്കിൽ ബാലൻസ് ഇൻ ഹാൻഡ് എന്ന് എഴുതുക. ഓക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എന്തിനെ കുറിച്ച് പറയാനുള്ളത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടി പറയാം. റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് ഈസ് എ റിയൽ അക്കൗണ്ട്. അതായത് അസറ്റ്സോ അല്ലെങ്കിൽ ക്യാഷ് റിലേറ്റഡ് ആയിട്ടുള്ള ഐറ്റംസ് മാത്രമേ എവിടെ കാണുകയുള്ളൂ? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ദെൻ രണ്ടാമത്തെയാണ് ഇറ്റ് ഈസ് വെരി സിമിലർ ടു അവർ ക്യാഷ് ബുക്ക്. ക്യാഷ് ബുക്ക് എങ്ങനെയാണോ നിങ്ങൾ പ്രിപ്പയർ ചെയ്യണമെന്ന് വെച്ചാൽ ഏകദേശം ആ ഒരു മോഡലിൽ തന്നെയാണ് എന്ത് പ്രിപ്പയർ ചെയ്യേണ്ടത്? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യേണ്ടത്. ദെൻ മൂന്നാമത്തെ പോയിന്റ് എന്താ പറഞ്ഞിരിക്കുന്നത്? ഓൾ ദി റെസീപ്റ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ഡെബിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട് ആൻഡ് ഓൾ ദി പേയ്മെൻറ്റ്സ് ആർ എൻറ്റേർഡ് ഓൺ ദി ക്രെഡിറ്റ് സൈഡ് ഓഫ് ദി അക്കൗണ്ട്. Then the last one is the differences between two sides is either cash in hand or balance in hand. അപ്പോൾ ഇതൊക്കെയാണ് റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് അക്കൗണ്ടിനെ കുറിച്ച് പറയാനുള്ളത്. ഇനി നെക്സ്റ്റ് സെക്ഷനിൽ മുതൽ നമുക്ക് എന്ത് തുടങ്ങാം? റെസീപ്റ്റ്സ് ആൻഡ് പേയ്മെൻറ്റ് എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, അതിൻ്റെ ഫോർമാറ്റ് എന്താണെന്നുള്ളതൊക്കെ നെക്സ്റ്റ് സെക്ഷനിൽ നമുക്ക് നോക്കാം.